വേട്ടേക്കോട് വീണ്ടും പുലി ഇറങ്ങി. പുലിയെ നേരിൽ കണ്ട് ഭയം മാറാതെ രാജേഷ്. ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വേട്ടേക്കോട് രാജഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലി എത്തിയത്. രാത്രി 8:45 ശബ്ദം കേട്ട് താൻ പുറത്തേക്കിറങ്ങി ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് പുലി ഓടി മറയുന്നത് കണ്ടതെന്ന് രാജേഷ് പറഞ്ഞു. ഈ വർഷം 3 പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്ത് എത്തിയെന്നും രാജേഷ് പറഞ്ഞു. രാജേഷ് വിവരം അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി.കെ. മോസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വേട്ടക്കോട് ഭാഗത്ത് 2 ദിവസം മുമ്പ് രാത്രി പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞയച്ച് ഞാനും സ്ഥലം ചെന്ന് പരിശോധിച്ചതിൽ പുലിയുടെ ചവിട്ടുപാട് പോലത്തെ ഒരാളെ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞ്. തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളെല്ലാം പെട്രോളിങ് നടത്തുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ഇന്ന് ഇവിടുന്ന് രാജു എന്ന് പറഞ്ഞ ആൾ വിളിച്ച് പറഞ്ഞു ഇവിടെ വീട്ടിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പരിശോധിച്ചെങ്കിലും നമുക്ക് മറ്റുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പരിശോധിച്ചെങ്കിലും മറ്റ് ചവിട്ടടയാളങ്ങളോ മറ്റുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് രാത്രികൾ പെട്രോളിങ് ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വേട്ടേക്കോട് മേഖലയിൽ വനം വകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തിവരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു. രാജേഷിന്റെ വീടിന്റെ പിൻഭാഗത്ത് ചെറിയ കാൽപ്പാടുകൾ കണ്ടെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേട്ടേക്കോട് മേഖലയിൽ ഉൾപ്പെടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയുള്ള നടത്തക്കാരും ആശങ്കയിലാണ്. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.